ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ പണിയുണ്ട്. നമ്മൾ സ്കൂളിൽ കഞ്ഞി വെക്കാൻ പോകുന്ന എന്നെ കൊണ്ടുപോകുന്ന ചേച്ചിയില്ല, ചേച്ചിയുടെ വീട്ടിൽ ഇച്ചിരി നേരത്തെ പണിയുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ്. എൻ്റെ മോൾ എണീറ്റിരുന്ന് ചായ കുടിക്കുന്നു. അപ്പോൾ അവൾക്ക് ഇന്ന് ഈവനിങ് ആണ്, ഉച്ചയ്ക്ക് പോകണം. അപ്പോഴത്തേക്ക് ഞാനിങ്ങ് വരും. ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടത് എൻ്റെ കുഞ്ഞ് ചോറിന് കാവൽ കിടന്ന് ഉറങ്ങിപ്പോയി. കുറച്ച് വിറക് കൊണ്ടുവന്ന് ഇവിടെ കിടക്കുന്നു. ഭയങ്കര മഴയാണ്, നല്ല മഴ. അതെല്ലാം പറക്കി വെക്കണം. വിറക് കൊണ്ടുവന്ന് വിറകൊക്കെ ഒടിച്ച് പറക്കി വെച്ചു. ഇനിയിപ്പം അരി അടുപ്പത്തിടണം കഞ്ഞി വെക്കാനായിട്ട്. ഭയങ്കര മഴയാണ്. അപ്പോൾ കഞ്ഞിക്ക് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു. അടുപ്പിൽ തീ വറ്റിക്കണം. അപ്പോൾ ഇച്ചിരി പേപ്പറൊക്കെ കത്തിച്ച് ഞാൻ ആദ്യം അടുപ്പിൽ വെച്ച് ഇച്ചിരി ചുള്ളിലൊക്കെ ഒടിച്ച് വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ വിളക്കിൽ ഉപയോഗിക്കുന്ന അധികം വരുന്ന എണ്ണയും തിരിയും കൂടെ ഞാൻ തീക്കകത്തോട്ട് കുറച്ചിട്ട് കൊടുത്തു. അപ്പോൾ നല്ലതായിട്ട് തീ പിടിച്ചോളും. പിന്നെ ഇന്ന് ഞാൻ പണിക്ക് പോയെടുത്ത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എനിക്ക് ചക്ക ഒരു മുറി തന്ന് വിട്ടു. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ചക്ക വേവിച്ചതിനോട് അത്ര താല്പര്യമില്ല എല്ലാവർക്കും, അതുകൊണ്ട് ഞാൻ കുറച്ചേ വേവിച്ചുള്ളൂ. ബാക്കി ചക്ക വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചക്ക മുറിക്കാനുള്ള പ്രയാസത്തിലാണ് കൂട്ടുകാരെ. ഇതൊക്കെ എനിക്കിച്ചിരി പ്രയാസമാണ്, ഈ ചക്കയൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്. എത്ര വെട്ടിയിട്ടാണെന്നറിയാവോ ചക്കയൊന്ന് മുറിഞ്ഞ് കിട്ടിയത്. ഒരു നീണ്ട പരിശ്രമത്തിനൊടുവിൽ ചക്ക 2 പീസാക്കി. ഞാൻ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൂട്ടുകാരെ വീഡിയോ എടുത്തത്. പക്ഷേ മഴയുടെ സൗണ്ട് കാരണം ഭയങ്കര, എൻ്റെ കാര്യം അത്രയും കേൾക്കാനില്ല. ഭയങ്കര ഈ ഷീറ്റിൻ്റെ മണ്ടയ്ക്ക് വെള്ളം വീഴുന്നത് ഭയങ്കര സൗണ്ട്. അങ്ങനെ പിന്നെ ഞാൻ സൗണ്ടൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തത്. അപ്പോൾ തന്നെ ഉള്ളതുകൊണ്ട് ചക്കയൊക്കെ ഇങ്ങനെ അടത്തി പറക്കി എടുക്കുന്നത് നമുക്ക് ഇച്ചിരി. അരി അടുപ്പത്തിട്ടിട്ടായിരുന്നു ഞാൻ ചക്ക പൊളിച്ച് ഉറക്കാൻ കൊണ്ടിരുന്നത്. കൂഴച്ചക്കയാണ്, വരിക്കച്ചക്കയായിരുന്നു ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചതിനെ പഴിപ്പിക്കാനായിട്ട്. പിന്നെ ഒറ്റയ്ക്കിരുന്ന് അതെല്ലാം നുള്ളി പറക്കിയെടുത്തു. കുറച്ച് വറക്കാനായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചു. കുറച്ച് നമ്മൾ വേവിക്കാൻ എടുത്തുള്ളൂ, ബാക്കി മുക്കാലും വറക്കാൻ ഞാൻ. നമ്മുടെ ചക്കയൊക്കെ ഒരുവിധം പൊളിച്ച് പറക്കി. അങ്ങനെ ഇത് വേവിക്കാനെ കൊണ്ട് അരിഞ്ഞ് വെച്ചത്, ഇത് വറക്കാനെ കൊണ്ടാണ്. അപ്പോൾ കുറച്ച് വറക്കാൻ അരിഞ്ഞ് വെച്ച്, കുറച്ച് അരിയാനുണ്ട്. പിന്നെ ബാക്കി ചക്ക ഞാൻ വേവിച്ചു, കുഞ്ഞിന് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇച്ചിരി ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു, അതും ചക്കയും കൂടെ കുഞ്ഞിന് കഴിക്കാൻ കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പേരി ബാക്കി ഉപ്പേരി വറക്കാമെന്ന് വിചാരിച്ച് വറുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഏട്ടനത് നുള്ളിപ്പറക്കി തീറ്റിയാണ്. ഏട്ടന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ കൂട്ടുകാരേ.